നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പിണറായിയും ഭാര്യ കമലയും മകൾ വീണ വിജയനും മുഖത്തോട് മുഖം നോക്കി കരഞ്ഞിട്ടോ മാധ്യമങ്ങളുടെയും നാട്ടുകാരുടെയും പ്രതിപക്ഷത്തിന്റെയും നെഞ്ചത്ത് കയറിയിട്ടോ കാര്യമില്ല. നിങ്ങളെ പാർട്ടി ചെയ്ത കൊളരുതായ്മകൾക്ക് കാലം കരുതി വെച്ച കനാലാണിത്. ഇതിൽ നിങ്ങളോ പാർട്ടിയോ വെണ്ണീറാകില്ല, പക്ഷേ വെന്തുരുക്കും. എത്ര വ്യക്തികൾക്കെതിരെയാണ് CPM പ്രവർത്തകർ അപവാദം പ്രചരിപ്പിച്ചിട്ടുള്ളത്? സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇന്നും അത് നിർബാധം തുടരുന്നു. 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് തൃശൂരിലെ മുകുന്ദപുരം മണ്ഡലത്തിൽ നിന്ന് K കരുണാകരന്റെ മകളും കോൺഗ്രസ് നേതാവുമായ പത്മജ വേണുഗോപാൽ മത്സരിച്ച സമയത്ത് എന്തെല്ലാം അപഖ്യാതികളാണ് പ്രചരിച്ചത്. ഇത് സംബന്ധിച്ച് ഒരു വാരിക പ്രസിദ്ധീകരിച്ച ലേഖനത്തിന്റെ കോപ്പി CPMകാർ വീടുകൾ തോറും കയറിയിറങ്ങി വിതരണം ചെയ്തു. പത്മജ പരാജയപ്പെടുകയും ചെയ്തു. അതിനേക്കാൾ ഉപരി അവരെ വേദനിപ്പിച്ചത് ഇത്തരം അപവാദ പ്രചാരണങ്ങളാകാം. അന്നെങ്കിലും യാതൊരു ദയയും ദാക്ഷിണ്യവും CPM നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായില്ല. പിണറായി വിജയനായിരുന്നു അന്ന് സംസ്ഥാന സെക്രട്ടറി. ഉമ്മൻചാണ്ടിയുടെ ഇളയ മകൾ അച്ചുമ്മനെതിരെ എന്തെല്ലാം ആരോപണങ്ങളും തരംതാണ ആക്ഷേപങ്ങളുമാണ് സൈബർ ഇടങ്ങളിലൂടെ അന്തം കമ്മികൾ അഴിച്ചുവിട്ടത്. അത് ഉമ്മൻചാണ്ടി മരിച്ച് 41 ദിവസം കഴിയും മുൻപായിരുന്നു എന്നോർക്കണം. അവിടെയും തീർന്നില്ല. പിണറായി വിജയൻ ആദ്യമായി മുഖ്യമന്ത്രി കസേരയിലെത്തിയ ശേഷമാണ് സോളാർ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടുന്നത്. കമ്മീഷൻ നിയമസഭയുടെ മേശപ്പുറത്ത് വെക്കുക എന്ന പതിവ് തെറ്റിച്ച് വാർത്താ സമ്മേളനം വിളിച്ച് പിണറായി അതിലെ പലതും ആഘോഷിച്ചു. അതെല്ലാം ഉമ്മൻചാണ്ടിക്കെതിരെ സോളാർ കേസിലെ പ്രതി നൽകിയ പരാതിയിലെ അധിക്ഷേപങ്ങൾ മാത്രമായിരുന്നു. പിന്നീട് ഹൈക്കോടതി ഇടപെട്ട് അതെല്ലാം നീക്കം ചെയ്തു. ശരിക്കും വ്യക്തിഹത്യയാണ് ആ റിപ്പോർട്ടിന്റെ മറവിൽ നടന്നത്. ജസ്റ്റിസ് ശിവരാജനെ കയ്യിലെടുത്താണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ട് ഉണ്ടാക്കിയതെന്ന് മുതിർന്ന CPI നേതാവ് C ദിവാകരൻ ഏതാനും മാസം മുൻപ് വെളിപ്പെടുത്തിയിരുന്നു. രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായി നേരിടുന്നതിന് പകരം തേജോവധം ചെയ്ത് വ്യക്തിവിരോധം തീർക്കുകയായിരുന്നു പിണറായി വിജയൻ. ലാവ്ലിൻ കേസ് ഉമ്മൻചാണ്ടി സർക്കാർ CBIക്ക് വിട്ടതാണ് പിണറായിക്ക് വിരോധമുണ്ടാകാൻ കാരണമെന്ന് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു. ഉമ്മൻചാണ്ടിക്കെതിരെ സോളാർ കേസ് പ്രതി നൽകിയ ലൈംഗിക പീഡന പരാതി നിലനിൽക്കില്ലെന്ന് സംസ്ഥാനത്തെ പല ഉന്നത ഉദ്യോഗസ്ഥരും അറിയിച്ചതോടെ കേസ് CBIക്ക് വിട്ടു. അവരുടെ അന്വേഷണത്തിൽ ഉമ്മൻചാണ്ടിക്കെതിരെ ഗൂഢാലോചന നടന്നെന്ന് CBI റിപ്പോർട്ട് വ്യക്തമാക്കിയിരുന്നു. അതിനു പിന്നിൽ KB ഗണേഷ് കുമാറിന് പങ്കുള്ളതായി കോൺഗ്രസ് നേതാക്കൾ അടക്കം ആരോപിക്കുകയും അത് സംബന്ധിച്ച് കേസ് കൊട്ടാരക്കര കോടതിയുടെ പരിഗണനയിലിരിക്കുകയുമാണ്. എന്നിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ KB ഗണേഷ് കുമാറിനെ മന്ത്രിയാക്കിയത് ഉദ്ദിഷ്ട കാര്യത്തിൽ നിന്നുള്ള ഉപകാര സ്മരണയാണ്. അന്വേഷണം തടയണമെന്ന് ആവശ്യപ്പെട്ട് വീണയുടെ കമ്പനി നൽകിയ ഹർജി തള്ളിയ ശേഷം CPI സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററുടെ അടക്കം നിലപാടിൽ മാറ്റം വന്നിട്ടുണ്ടെന്ന് പ്രതികരണങ്ങളിൽ വ്യക്തമാണ്. ബാലൻ വക്കീലും EP ചിറ്റപ്പനും ചാനൽ മൈക്കിന് മുന്നിൽ കുറുക്ക് ചാടിയതുമില്ല. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് CPMൽ പിണറായിയുടെ അപ്രമാദിത്വത്തിന് ഇടിവ് തട്ടാൻ പോകുന്നു എന്നാണ്. രാഷ്ട്രീയ ധാർമ്മികത കണ്ടുപിടിച്ച CPMും അവർ നയിക്കുന്ന ഇടതുമുന്നണിയും ഇതുവരെ മുഖ്യമന്ത്രിയുടെ രാജിയെക്കുറിച്ച് കമാൻ ഒരക്ഷരം മിണ്ടിയിട്ടില്ല. ലൈംഗിക പരാതിയുടെ പേരിൽ PJ ജോസഫ്, നീല ലോഹിതദാസൻ നാടാർ, അഴിമതി ആരോപണത്തിൽ TU കുരുവിള, തോമസ് ചാണ്ടി, EP ജയരാജൻ, ഭരണഘടന അവഹേളനയുടെ പേരിൽ സജി ചെറിയാൻ എന്നിവരെല്ലാം രാജിവെച്ച ചരിത്രമാണ് ഇടതുമുന്നണിക്കുള്ളത്. എന്നാൽ പിണറായി വിജയന് CPM സവിശേഷ അധികാരം നൽകുകയാണ്. ഇത് എത്ര കാലം തുടരുമെന്ന് കാത്തിരുന്ന് കാണാം. ഒരുപക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും പിണറായിയുടെ അധികാര തേരോട്ടം അവസാനിക്കും. അന്വേഷണം തടയണമെന്ന് ആവശ്യപ്പെട്ട് എക്സാലോജിക്ക് ഉന്നയിച്ച ഒരു വാദങ്ങളും നിലനിൽക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കർണാടക ഹൈക്കോടതി ഹർജി ഫയലിൽ പോലും സ്വീകരിക്കാതിരുന്നത്. സാധാരണ ഹർജി നൽകുമ്പോൾ ഇരുവിഭാഗത്തിന്റെ വാദം വിശദമായി കേട്ട ശേഷമായിരിക്കും വിധി പറയുക. എന്നാൽ വീണയുടെ ഹർജിയിലെ ആരോപണങ്ങൾ വളരെ ദുർബലമായിരുന്നു. വില കൂടിയ വക്കീലിനെ ഇറക്കി കാശ് തൊലച്ചത് മാത്രം മിച്ചം. ഏത് ഘട്ടത്തിലാണ് SFIOയ്ക്ക് അന്വേഷണം കൈമാറേണ്ടതെന്ന് നിയമത്തിൽ കൃത്യമായി പറയുന്നുണ്ട്. ഇതെല്ലാം പാലിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. അതുകൊണ്ട് ഇടപെടാനാകില്ലെന്ന് 46 പേജുള്ള വിധി പകർപ്പിൽ പറയുന്നു. ഇത് വീണയ്ക്ക് മാത്രമല്ല പിണറായി വിജയനും കനത്ത തിരിച്ചടിയാണ്. എക്സാലോജിക്കും കരിമണൽ കമ്പനിയായ CMRലും തമ്മിലുള്ള 1.25 കോടിയുടെ ഇടപാടിൽ വൻ ക്രമക്കേട് നടന്നുവെന്ന ആദായ നികുതി ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലോടെയാണ് മാസപ്പടി വിവാദമുണ്ടായത്. ഈ വിഷയത്തിൽ രജിസ്റ്റർ ഓഫ് കമ്പനീസ് അന്വേഷണവും നടക്കുന്നുണ്ട്. ഇതുകൂടാതെയാണ് കേന്ദ്ര സർക്കാർ SFIO അന്വേഷണം പ്രഖ്യാപിച്ചത്. കരിമണൽ കമ്പനിയായ CMRലും ഒരുമായി ഓഹരി പങ്കാളിത്തമുള്ള പൊതുമേഖലാ സ്ഥാപനമായ KSIDCയിലും SFIO പ്രാഥമിക പരിശോധനകൾ നടത്തിയിരുന്നു. പിന്നാലെ എക്സാലോജിക്കിന്റെ ഡയറക്ടർ എന്ന നിലയിൽ വീണയെ ചോദ്യം ചെയ്യാൻ നോട്ടീസ് നൽകുമെന്ന ഘട്ടം എത്തിയപ്പോഴാണ് കമ്പനി കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത്. അത് ഇടുത്തി പോലെ തിരിച്ചടിയായിരിക്കുകയാണ്.